യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വേദാന്ത സമ്പ്രദായം കാണുന്നതിൽ നിന്നും കാണുന്നവനിലേക്ക് പോകുക എന്നുള്ളതാണ്. ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് പോകുക. ഹരിനാമ കീർത്തനത്തിലൊരു ശ്ലോകം, അറിവിലുമേറി അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, സൂര്യൻ ചന്ദ്രൻ ഇതിനെയൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ്. ഈ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് എന്നുവെച്ചാൽ ഈ കണ്ണ് മാത്രം ഉണ്ടായ പോരല്ലോ, കാണില്ലല്ലോ. മനസ്സാണ് ആ കണ്ണിലൂടെ വന്ന് പുറത്ത് ഗ്രഹിക്കണത്. അതിനും കണ്ണായിട്ട് സാക്ഷിയായിട്ടുള്ള പൊരുൾ. സ്വപ്നത്തിലെ മനസ്സിൽ വരുന്നതൊക്കെ കാണുന്നു, സുഷുപ്തിയിലെ മനസ്സില്ലായ്മയും ആരോ അറിയണു. അങ്ങനെ സർവസാക്ഷിയായിട്ടുള്ള അറിവ് താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. ഈ ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് പോകുമ്പോൾ ആ ദൃക്കില് എല്ലാ അന്വേഷണവും സമാപിച്ചു. അവിടെ പൂർണ്ണത വന്നു. ഈ നോക്കിയാൽ ഈ ശ്ലോകം പോലെ എല്ലാ മഹാന്മാരും എഴുതിയിട്ടുണ്ട്. ഇത് ഉപനിഷത്താണ്. നേതം യദിതം ഉപാസത്തെ. ഉപനിഷത്ത് പറഞ്ഞു, മനസ്സിനെ പല വിഷയങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഉപാസനാമൂർത്തിയിൽ പിടിച്ചു നിർത്തി, എന്തെങ്കിലും ഒന്നിൽ ഏകാഗ്രപ്പെട്ട് അതിൽ തന്നെ അങ്ങനെ ഏകാഗ്രമായ മനസ്സിനെ പതുക്കെ ആ ഒന്നിൽ നിന്നും തന്നിലേക്ക് തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ വിദ്യ ഋഷികളായ മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കും. ഗുരു എങ്ങനെയെങ്കിലുമൊക്കെ ശിഷ്യന്റെ ശ്രദ്ധയെ ദൃശ്യത്തിൽ നിന്നും ഉള്ളിൽ സാക്ഷിയായിട്ടുള്ള ദൃക്കിലേക്ക് തിരിച്ചുവിടും. അതിന് മാത്രമാണ് ഗുരുവിന്റെ ആവശ്യം. നമുക്ക് കാണുക എന്ന് പറയുന്നത് നമുക്കറിയാം, കാണുന്നവനെ കാണുക എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു കാര്യം പ്രാവർത്തികമായാൽ വേദാന്ത ശ്രവണം സഫലമായി. ഇല്ലെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ല രണ്ടും പറയും. രണ്ടും ഒരേ കോടിയിൽ പെട്ടതാണ്. എനിക്കിപ്പോ നല്ലവണ്ണം മനസ്സിലായി എന്ന് പറയണതും എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുകളും പുറമേന്ന് നോക്കുമ്പോൾ വ്യത്യാസം തോന്നുമെങ്കിലും വേദാന്തത്തിന്റെ അർത്ഥത്തില് രണ്ടുപേരും ഒരേ റൂമിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അറിയുക അറിയാതിരിക്കുക രണ്ടും മനസ്സിന്റെ ജോലിയാണല്ലോ. ആ ദൃശ്യത്തിൽ നിന്നും അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത്, വാക്കു നോക്കൂ, അറിവിലും ഏറിന്ന് വെച്ചാൽ അറിവിനെ അതിക്രമിച്ച് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്, അറിഞ്ഞിടുന്നവന്റെ സ്വരൂപമായ ചൈതന്യത്തില് പറ്റിക്കൂടി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ അത് തന്നെ. കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരേ വീണു വണങ്ങി ഓതിടേണം. കേൾക്കാൻ ഒരു യൗകിക ഭാഷയാണ്, പക്ഷെ ഇതാണ് എല്ലാ മഹാപുരുഷന്മാരും. രമണ ഭഗവാൻ കണ്ണുക്ക് കണ്ണായി കണ്ണിன்றി കാണുனை കാണുவது എവർ പാർ അരുണാചല. വിണ്ണാതിയ വിളക്കും കണ്ണാതിയ പൊറിക്കും കണ്ണാം മനക്കണ്ണുക്കും കണ്ണാം മനവിണ്ണുക്കും വിണ്ണായൊരു பொருள் வேறு எண்ணாதிருந்தபடி உள்நாடு உளத்து ஒளிரும் அண்ணாமலையேன் ஆன்மா காணுமே அருளும் வேணுமே அன்பு பூணுமே ഇൻപ് തോണുമേ അയ്യേ അതിസുലഭം ആത്മവിദ്യ. ഭഗവാൻ പറഞ്ഞു, ഈ ആത്മവിദ്യ വളരെ സുലഭം. എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാനൊന്നുമില്ല, ആയിത്തീരാനൊന്നുമില്ല, നേടിയെടുക്കാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ പുറമേക്കുള്ള മിടുക്കാണ്.
ചിലർ വിചാരിക്കുന്നത് സംസ്കൃതം പഠിക്കുന്നതാണ് അധ്യാത്മം. സംസ്കൃതം പഠിക്കാൻ പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൽ വേറെ എന്തൊക്കെയോ ആണ്. അതിൽ വ്യാകരണം പഠിക്കണം, തർക്കം പഠിക്കണം, സാഹിത്യം പഠിക്കണം, അശ്ലീലമായ വിഷയങ്ങളൊക്കെ അതിലുമുണ്ട്. അതിനും തലപുകച്ച് പലതും പഠിച്ചിട്ടുണ്ട്. അവസാനം പഠിച്ചിട്ട് എന്താ, ഒന്നും പ്രയോജനമില്ല. അപ്പൊ ഇതൊക്കെ തന്നെ സംസ്കൃതം വേണം. തമിഴ്, സംസ്കൃതം, എല്ലാ ഭാഷയും ഏത് ഉപയോഗിച്ചാലും ശരി, അതിനൊക്കെ എത്ര കണ്ട് പ്രയോജനമുണ്ട് എന്ന് വെച്ചാൽ പുറമേക്ക് നോക്കിയിരിക്കണം നമ്മളുടെ മനസ്സ്. പതുക്കെ അന്തർമുഖമായിട്ട് തിരിയുകയും അന്തർമുഖമായ ചിത്തം ഇനി പോകാൻ ഇടമില്ലാതെ ഒരിടത്ത് പോയി നിൽക്കും. ചിത്തം ചിത്തില് ലയിച്ച് ചിത്തായിട്ട് തന്നെ നിൽക്കും. ചിത്തം ശക്തിയാണല്ലോ, ആ ശക്തി ശിവമായിട്ട് നിൽക്കും. ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ അല്ലേ, എവിടെയോ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലാണോ? ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. ശക്തി ശിവത്തില്, ദൃക്കില്, സാക്ഷിയില്, ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈ നമോ നമഃ. ആ സാക്ഷിയിലെ സ്വരൂപത്തിൽ വന്ന് അങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോ ഇനി പോവാനിടമില്ല പൂർണ്ണമായി. അപ്പൊ അങ്ങനെ പതുക്കെ നമ്മളുടെ ശ്രദ്ധയെ കാണുന്ന ദൃശ്യത്തിൽ നിന്നും കാണപ്പെടുന്ന ദൃശ്യത്തിൽ നിന്നും കാണുന്നവനായ തന്നിലേക്ക്, സ്വരൂപത്തിലേക്ക്, ചിത്തിലേക്ക്, ലോകത്തിൽ നിന്നും ചിത്തം, ചിത്തത്തിൽ നിന്നും ചിത്ത്, ആ ചിത്തിലേക്ക് പതുക്കെ കൊണ്ടുപോകുന്നതാണ് ഈ പ്രത്യക് പ്രവാഹിനി വിദ്യ. പുതിയ പുതിയ വാക്കുകൾ. ഇതൊക്കെ തന്നെ ആചാര്യസ്വാമിയുടെ വാക്കാ. ഭാഷ്യത്തില് അവിടെ അവിടെ വരും. എന്താ ഈ വിദ്യയ്ക്ക് പേരെന്ന് വെച്ചാൽ പ്രത്യക് പ്രവാഹിനി വിദ്യ എന്നാണ്. എന്താ ഇപ്പൊ പ്രത്യക് പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ, പ്രവാഹം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒഴുക്ക്. പ്രത്യക് എന്നുള്ള ഒരു വാക്ക് വേദാന്തത്തിൽ ഒരുപാട് കാണും. നിങ്ങൾ വ്യാഖ്യാനം നോക്കിയാൽ സൂക്ഷ്മമായത്, ആഴത്തിൽ ഉള്ളിൽ പോകുന്നത് എന്നൊക്കെ അർത്ഥം കൊടുക്കും. പക്ഷെ വാസ്തവത്തിൽ ആ വാക്കിന് അർത്ഥം പടിഞ്ഞാറ് ദിശ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം പടിഞ്ഞാറ് എന്നാണ്. പ്രതീചി എന്ന് വെച്ചാൽ പടിഞ്ഞാറ്, പ്രാചി കിഴക്ക്. ഇതൊരു ചമത്കാര വാക്കാണ്. ഈ പ്രത്യക് എന്നുള്ളത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ധ്യാനത്തിരിക്കുന്ന ആള് എവിടെ നോക്കിയിരിക്കും? പൊതുവെ എവിടെ? കിഴക്ക് നോക്കിയിരിക്കും, സൂര്യാഭിമുഖമായിട്ട് അല്ലേ? കിഴക്ക് നോക്കിയിരിക്കുന്ന ശിഷ്യന്റെ അടുത്ത് ഗുരു പറയാണ്, നീ അനങ്ങാതെ പടിഞ്ഞാറോട്ടേക്ക് നോക്കൂ എന്നാണ്. ഇങ്ങനെ പോണം, ഇങ്ങനെ പോണം. കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ആളോട് പറയാണ്, പ്രത്യക് ദൃഷ്ടി വരട്ടെ നിനക്ക്. ദൃഷ്ടി നേരെ 180 ഡിഗ്രി. 180 ഡിഗ്രി സർക്കിൾ അടിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. 180 ഡിഗ്രി ഉള്ളിൽ പോട്ടെ എന്നാണ്. നേരെ ഹൃദയസ്ഥമവേഹി സദാഹമിതി. ഇപ്പൊ പറഞ്ഞല്ലോ തോടകാഷ്ടകത്തിൽ, ഹൃദയസ്ഥമവേഹി സദാഹമിതി. ആ ഹൃദയസ്ഥമായിട്ടുള്ള ചൈതന്യത്തെ അഹമിതി അവേഹി, അതുമാണ് ഞാൻ, അതാണ് എന്റെ സ്വരൂപമെന്ന് അറിഞ്ഞ് അതായിട്ട് അറിവിൽ അമർന്ന് അതുമാത്രമായിടേണം. അറിവിൽ അമർന്ന് അതുമാത്രമായിടേണം. ചിത് സ്വരൂപേണ അവതിഷ്ഠത്തെ. അങ്ങനെ ദൃഷ്ടിയെ പതുക്കെ ഹൃദയസ്ഥമായിട്ടുള്ള ചൈതന്യത്തിലേക്ക് തിരിച്ചുവിടാൻ ആദ്യമായിട്ട് ആചാര്യസ്വാമി പിടിച്ചു വിശ്വം. ഈ ലോകം കാണുന്നുണ്ടല്ലോ. പല ആളുകളും പറയും വേദാന്തം എന്ന് വെച്ചാൽ മായ, മായ, ജഗത്ത് മായയാണെന്ന് പറയണു. അങ്ങനൊരു വാക്കേ ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ ഭജഗോവിന്ദം അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഭാഷ്യക്കാരൻ എവിടെയും പറഞ്ഞില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ബ്രഹ്മമാണ്, പക്ഷെ നിനക്ക് അറിയണില്ല. അത് അറിയണമെങ്കിൽ ആദ്യം ഈ പ്രത്യക് ചൈതന്യത്തിന്, പ്രത്യേകാത്മാവിനെ, സ്വരൂപത്തിനെ അറിയണം. നീ ആര് എന്ന് അറിയണം. നിന്റെ ഉള്ളില്
ഒരു ഞാനുണ്ട് എന്നൊരു അനുഭവം ഉണ്ടല്ലോ അല്ലേ, ആ ചൈതന്യത്തിനെ അറിയണം. അതിനെ അറിയാൻ ഏറ്റവും വലിയ തടസ്സം എന്താണ് എന്ന് വെച്ചാൽ ഈ ജാഗ്രത അവസ്ഥ, ഈ ലോകത്തിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ലോകത്തിന്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ എന്നിപ്പോ നിശ്ചയിക്കാൻ വയ്യ. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് ഉള്ളിൽ പോകണം എന്നുണ്ട്, അത് സമ്മതിക്കണില്ല. അത് പുറത്തേക്ക് വലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഒരു മന്ത്രം പ്രയോഗിച്ചത്, മായാമയമിതമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. ഈ പുറത്ത് മുഴുവൻ മായയാണപ്പ. ഇത് മുഴുവൻ പുറത്തേക്ക് പിടിച്ച് വലിക്കണു, അതിൽ പെട്ടുപോകരുത്. അന്തർമുഖമായി ഹൃദയത്തിലേക്ക് മനസ്സ് പോകണമെങ്കിൽ പുറമേ നിന്ന് ഇവരൊക്കെ വിട്ടുതരണമല്ലോ അല്ലേ. ഈ ഗവൺമെന്റ് എന്താ വിസ തരണമെങ്കിൽ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകണില്ല എന്നൊക്കെ എഴുതി തരില്ലേ. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഗ്രിപ്പ്, സ്കോർപ്പിയോണിക് ഗ്രിപ്പ്, അത് വിട്ടുപോവാൻ ആണ് ആദ്യമായിട്ട് സാധനയില് വൈരാഗ്യം ഉണ്ടാവാന്ന് പറഞ്ഞത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് സാധനങ്ങളില് നമ്മള് ചങ്ങലയില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളെ. അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും കുറേ ചങ്ങലകളുണ്ട് ഇവിടെ. അതൊക്കെ വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ വിടാൻ വയ്യാന്ന്. ഒരാള് സന്യാസം എടുക്കാനായിട്ട് 4-5 ആശ്രമത്തിൽ പരത്തി. വാസ്തവമായിട്ട് നടന്ന കഥയാ, തമാശക്കല്ല. എന്നിട്ട് അവസാനം ഒരു ആശ്രമം തെരഞ്ഞെടുത്തു. ഒരു തമിഴ്നാട്ടിലെ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ഈ ആശ്രമം തെരഞ്ഞെടുത്തത് സന്യാസം? അത് 3-4 സ്ഥലത്ത് പോയി, അവിടെ ഒന്നും പറ്റിയില്ല. എന്തേ പറ്റാത്ത? രാവിലെ കാപ്പി എനിക്ക് കിട്ടണം. ഒരു സ്വാമി പറഞ്ഞു, ഈ ചെറിയ ഒരു കാപ്പി ഉണ്ടല്ലോ, അത് ഇയാൾക്ക് ഒരു ചങ്ങല. അപ്പൊ ഒരു കാപ്പിയും ചായയും തന്നെ നമ്മളെ പിടിച്ചു നിർത്താന്ന് വെച്ചാൽ പിന്നെ വലിയ വലിയ കാര്യങ്ങളുടെ സാധനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാടുണ്ട് അല്ലേ. ഇതൊക്കെ പുറമേ നിന്നും പിടിച്ചു വലിക്കണം. അപ്പോ ആചാര്യസ്വാമി പറഞ്ഞു, ഈ പുറത്ത് കാണുന്നതൊക്കെ അകത്തുള്ളതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിപ്പാ. ഈ വിശ്വത്തിൽ പലതും കാണണ്ടല്ലോ, ഇതിന്റെ ഒക്കെ കറസ്പോണ്ടിങ് എലമെന്റ് എന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതൊരു വളരെ വലിയൊരു റെവലേഷനാണ്. എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയുകയില്ല. നമ്മളൊരു പെക്യുലർ സിറ്റുവേഷനിൽ ഇരിക്കണു. ചില ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. അത് ഓഫീസിലാണെങ്കിലും അതെ, കുടുംബത്തിലാണെങ്കിലും അതെ, സമൂഹത്തിലാണെങ്കിലും അതെ, നമ്മൾ ജനിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും അതെ. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, നിന്റെ ഉള്ളിൽ ഇതിന് സമാനമായിട്ട് എന്തെങ്കിലും ഒരു എലമെന്റ് ഇല്ലാതെ പുറത്ത് ഈ രൂപങ്ങളൊന്നും പ്രത്യക്ഷപ്പെടില്ല. ഈ പുറത്ത് കാണപ്പെടുന്നതൊക്കെ തന്നെ ഒരു ചെറിയ ഒരു ലെൻസിന്റെ മുമ്പിൽ ഒരു സാധനം കാണിച്ച സ്ക്രീനിൽ അത് വികസിച്ച് കാണുന്ന പോലെ. ഭഗവാൻ അരുണാചല അഷ്ടകത്തിൽ കൊടുക്കണ എക്സാമ്പിൾ അതാണ്. ഈ പഴയ കാലത്ത് ഈ പാടത്ത് സിനിമ കാണിക്കും, ഇപ്പൊ ഒന്നും കാണാനില്ല. തമിഴ്നാട്ടിലവിടെ എവിടെയൊക്കെ കുറച്ച് കാണാറുണ്ട്. ഒരു 10-20 വർഷം മുമ്പൊക്കെ സർവ്വസാധാരണമായിട്ട് മാരിയമ്മൻ പൂജ എന്നൊക്കെ പറഞ്ഞ അവിടെ നമുക്ക് പാലക്കാട് സ്ക്രീനിൽ, വലിയ സ്ക്രീനില് സിനിമ ഇടും. ആ ഭാഗത്തും കാണാം, ഈ ഭാഗത്തും കാണാം. കുട്ടികളൊന്നും ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. അത് തുടങ്ങിയ നേരം വിളിച്ചാവണ വേറെ 1000 തലൈ വാങ്ങി അപൂർവ ചിന്താമണി എന്നൊരു സിനിമ എവിടെ വേണമെങ്കിലും കാണാം. അത് ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും കാണും. ഇതിന് ഭഗവാൻ അരുണാചല അഷ്ടകത്തിൽ പറഞ്ഞു, ഒരു ലെൻസ്, അതിന് പുറകില് ഫിലിം, അതിന് പുറകില് ലൈറ്റ്. ഈ ലൈറ്റ് ആ ഫിലിമിൽ തട്ടി സ്ക്രീനിലൂടെ അങ്ങനെ വികസിച്ച് കാണും അല്ലേ. ഇതേപോലെ അകത്ത ആ ചിജ്യോതി, വാസനകളുടെ വ്യൂഹം നിഴലുപോലെ അതിലൂടെ പ്രകാശിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന ഈ ലെൻസ് വഴി ഓരോരുത്തന്റെ മുമ്പിലും അവനവന്റെ പ്രപഞ്ചം. അതൊരു മിസ്റ്ററിയാണ്. അപ്പൊ നമുക്ക് കുറ്റം പറയാനേ നിവൃത്തിയില്ല. എല്ലാവരും ദേ ആർ ഓൾ ഇൻ ദ റൈറ്റ് പ്ലേസ്. എന്റെ ഭാര്യ എങ്ങനെ ഇരിക്കണു, ഭർത്താവ് എങ്ങനെ ഇരിക്കണു, മകൻ എങ്ങനെ ഇരിക്കണു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തോ ഒരു എലമെന്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്.
അതിന്റെ ഒരു കണ്ണാടി മാത്രമാണ് ഭാര്യയോ ഭർത്താവോ കുട്ടിയോ ജോലിയോ ലൈഫിൽ ഉണ്ടാവുന്ന ഇൻസിഡൻസോ വിഷമങ്ങളോ ഒക്കെ. ഇതിനെ നീക്കാനാണ് നമ്മൾ നോക്കുക. ഈ പുറത്ത് കാണുന്നതിനെ ഉപേക്ഷിക്കാനോ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ പലപ്പോഴും ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ പടയെ പേടിച്ച് ഓടിയപ്പോ പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തിയ പട എന്ന് പറയും അല്ലേ? അതുപോലെ എവിടെ പോയാലും നിങ്ങൾ ഇതേ സിറ്റുവേഷൻ കാണും. എന്താന്ന് വെച്ചാൽ ഇത് പുറത്തല്ല, ഇത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തിൻ്റെയോ ഒരു പ്രതിഫലനം, ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ആ വ്യക്തികളൊക്കെ. നോക്കൂ, ഒരേ ഒരു വാക്ക് ആചാര്യസ്വാമിയുടെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം. ഈ ഒറ്റ വാക്കില് ഇത്രയും വേദാന്തപരമായിട്ട് മാത്രമല്ല യൗകികമായിട്ട് തന്നെ ഇത്രയും കിടക്കുന്നുണ്ട്. ഉലക് കണ്ണാടിയും നേർ ഉറക്കത്തുൾ അജ്ഞാനത്താൽ വെളിയിനിൽ തുയിർ കനാപോൽ വിളங்கிட കണ്ട് ஞான நிலையுறு நேரம் தன்னை ஒருவனாய் எவன் நேர் காண்பன் தலையுறு குருவாம் அந்த ദക്ഷിണാമൂർത്തി പോറ്റി. ആ ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്നു. ഉലക് കണ്ണാടിയും നേർ. ഈ ലോകം കണ്ണാടി പോലെയാണ്. നിന്റെ ഉള്ളിൽ എന്തുണ്ടോ അതാണ് ഇവിടെ കാണുക. നിജ അന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതൈ യഥാനിദ്രയാ. സ്വപ്നത്തിൽ എന്ന വണ്ണം സ്വപ്നത്തില് എന്തോ കാണുന്നു, വാസനാമയമായ പ്രപഞ്ചം കാണുന്നു. നമ്മൾ സ്വപ്നം കണ്ടതിന് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? സ്വപ്നത്തിൽ ഒരു ദുഷ്ടനെ കണ്ടു, ഒരു ഭൂതത്തിനെ കണ്ടു, ആരെ കുറ്റം പറയും? ജാഗ്രതയിലാണെങ്കിൽ പറയും അല്ലേ? അതേസമയം നോക്കൂ, സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റാ അതിന് സീരിയസ് ആയിട്ട് എടുക്കോ? ഇല്ല. അതേപോലെ തന്നെ ജാഗ്രതയിൽ പുറത്ത് കാണുന്നതും സീരിയസ് ആയിട്ട് എടുക്കാതെ അകത്ത് മനസ്സ്, അയ്യോ പലരും പറയണ്ടോ, അയ്യോ മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കണു, അതിനെന്തിനാ സീരിയസ് ആയിട്ട് എടുക്കണം? അത് വെറും സ്വപ്നമാണ്. ഉണർന്നിരിക്കുമ്പോൾ ഉള്ള സ്വപ്നമാണ്. നിങ്ങൾ രാത്രി കണ്ട സ്വപ്നം എന്ത് കണ്ടാലും രാവിലെ സീരിയസ് ആക്കണില്ല. പകൽ സമയത്ത് ഉള്ളിൽ സ്വപ്നം കാണുമ്പോൾ മാത്രം എന്തിനാ എത്രയൊക്കെ സീരിയസ് ആക്കണത്? ഉപേക്ഷസ്വ. ഭഗവാൻ അതാണ് പറഞ്ഞ്, തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കണു ഭഗവാനെ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. ഭഗവാൻ പറഞ്ഞു, ഇഗ്നോർ ഇറ്റ്, ഇഗ്നോർ ദം, സ്കോർച്ച് ദം ബൈ ഇഗ്നോറിംഗ് ദം. അതിനെ ഉപേക്ഷിക്കണം. നിരപേക്ഷത അത് പറ്റണില്ല. അത് ഒരു വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ അതിലേക്ക് വീണു പോണ പോലെ വീണു പോകണമെന്നാണ് കുഴപ്പം. പോട്ടെ. ഇപ്പോ വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം. ഈ കാണുന്ന വിശ്വം മുഴുവൻ കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരം പോലെയാണ്. ഉള്ളിലുള്ളത് നിജ അന്തർഗതം പശ്യന് ആത്മനി മായയാ ബഹിരിവോദ്ഭുതം. ഇത് മുഴുവൻ കാണുന്നത് എവിടെയാ? ആത്മനി, ആത്മാവിലാണ്. കാഴ്ചയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. കാണുന്നവനെ വിട്ടുകളയുന്നു. ആരുടെ അനുഭൂതിയിലാണ് ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്? പ്രപഞ്ച അനുഭവം ഏതൊരു അധിഷ്ഠാനത്തിലാണ് ഉണ്ടാവുന്നത്? സിനിമയാണ് നോക്കുന്നത്, സ്ക്രീൻ ശ്രദ്ധിച്ചില്ല. സ്ക്രീനിൽ സിനിമ ഒരു കാലത്തും ഇല്ല അല്ലേ? സിനിമയിൽ തീ വന്നാൽ സ്ക്രീൻ കത്തുവോ? സിനിമയിൽ മഴ വന്നാൽ സ്ക്രീൻ നനയുവോ? സിനിമയിൽ വെട്ടിയാൽ സ്ക്രീൻ കീറിപ്പോവോ? ഒന്നും സംഭവിക്കില്ല. അതുപോലെ അസംഗോഹി അയം പുരുഷ. ഈ ചൈതന്യം അധിഷ്ഠാനത്തില് മനസ്സിലുണ്ടാവുന്ന വൈകല്യങ്ങളോ വിഷമങ്ങളോ പുറമേ നടക്കുന്ന പ്രശ്നങ്ങളോ എല്ലാത്തിനും അധിഷ്ഠാനത്തില് ഒരു സംഗമവുമില്ല. അധിഷ്ഠാനം അസ്പൃഷ്ടമായിട്ടിരിക്കുന്നു. ഇതിനോട് സംഗമേ ഇല്ലാതിരിക്കുന്നു. എന്നാൽ ആ അധിഷ്ഠാനത്തിലാണ് ഇത് മുഴുവൻ കാണുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞ്, കാണുന്നവൻ ആര് നോക്കൂ. എല്ലാം കാണുന്നു. ഈ കാണുന്ന ആളാര്? ഡയറക്റ്റായിട്ട് ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് തിരിച്ചുവിടുന്ന ഒരു റോക്കറ്റാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങളിപ്പോ ഇതൊന്നും പഠിക്കുകയേ വേണ്ട. സാധിക്കുമെങ്കിൽ
ഒരു ദൃശ്യത്തിലും വീണുപോവാതിരിക്കാനുള്ള ഒരു ബ്രഹ്മാസ്ത്രം ഭഗവാൻ തന്നിട്ടുണ്ട്. എന്ത് വിചാരം വരട്ടെ, എന്ത് വികാരം വരട്ടെ, കുറച്ചൊന്ന് ഒരു ഏകാഗ്രമായി ഉള്ളിൽ ചോദിക്കുക, ഈ വികാരം ആർക്ക് വരണം? ഉള്ളിൽ ആഴ്ന്ന് ചോദിക്കും. വിടാതെ ആ ദൃശ്യത്തിൽ വീണുപോവാതെ, വികാരത്തിൽ വീണുപോവാതെ, ഇത് ആർക്ക് വരണു, ആർക്ക് വരണു? എനിക്ക് വരണു. നിശ്ചയമായിട്ടും ആ വികാരത്തിന്റെ പുറകില് ഒരു വികാരി ഉണ്ട്. ആ വികാരി ഞാനാണ്, അതിൽ സംശയമൊന്നുമില്ല. മാത്തമാറ്റിക്കൽ പ്രിസിഷനാണ്. വികാരി ആരാണ്? ഞാനാണ്. എനിക്ക് കോപം വരണം. ഐ ഫീൽ ഹേർട്ട്, ഐ ഫീൽ ഇൻസൾട്ടഡ്. ഒരു പ്രബലമായിട്ട് വരണം ഒരു വികാരം. എന്നെ നിന്ദിച്ചു, എന്നെ അപമാനിച്ചു, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. ഇതൊക്കെയാണോ നമ്മുടെ ജീവിത പ്രശ്നം? എനിക്കറിഞ്ഞില്ല, ഞാൻ ധ്യാനിക്കാനിരിക്കണു, എനിക്ക് ധ്യാനം വരണില്ല. ഒരു ഭക്തൻ പറഞ്ഞു ഭഗവാനെടുത്ത്, എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല. ഭഗവാൻ പറഞ്ഞു, ധ്യാനിക്കണവൻ ആരാ എന്ന് നോക്കാന്ന്. ധ്യാനിക്കണവനെ കണ്ടുപിടിക്കൂ. ഫൈൻഡ് ഔട്ട് ദ മെഡിറ്റേറ്റർ. എനിക്ക് സംശയം വരുന്നു, സംശയിക്കണവൻ ആരാ? ആർക്കാ സംശയം? നോക്കൂ, നമ്മള് സംശയം എന്ന് പറയുന്ന ഒരു ചിത്തവൃത്തിക്ക് ഉത്തരം എന്ന് പറയുന്ന ഒരു ചിത്തവൃത്തിയെ കൊണ്ടുവരികയാണ്. അത്രയേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ഒരു ശാന്തി. രണ്ടും വെറും ചിത്തവൃത്തികളാണ്. ഭഗവാൻ പറഞ്ഞു രണ്ടും ദൃശ്യമാണ്, രണ്ടും സംസാരമാണ്. അതിനു പകരം ഈ ചിത്തവൃത്തിക്ക് പുറകില് ഈ സംശയിക്കണവൻ ആരാണ്, ഈ സംശയം ആർക്ക് വരണു, ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്നിങ്ങനെ പ്രബലമായി ഉള്ളില് ആഴ്ന്ന് ശ്രദ്ധിക്കുകയാണ്. ആരായി? കണ്ണു തുറന്നാൽ കാണുന്നു, കണ്ണടച്ചാൽ ഉണ്ട്, സ്വപ്നം കാണുന്നു, ഉണ്ട്, ഞാനുണ്ട്, ഞാൻ, എനിക്ക്, എന്റെ പ്രശ്നം, എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. ഇത്ര സിമ്പിൾ, ഡയറക്റ്റാണ്. ഇങ്ങനെ പിടികിട്ടാതിരിക്കണമെന്നാണ് ആശ്ചര്യം. ഇത്രയും ഡയറക്റ്റ്, ഋജു, ഒരു ബുദ്ധിമുട്ടില്ല, ഇതിൽ ഒരു കൽപ്പനയില്ല. ഇതിൽ നിങ്ങൾ വൈകുണ്ഠം, കൈലാസം, സ്വർഗലോകം ഒന്നുമില്ല. ആത്മാന്ന് പോലും പറഞ്ഞില്ല, ബ്രഹ്മം എന്ന് പോലും പറഞ്ഞില്ല. ഞാൻ എല്ലാവർക്കും ഉണ്ട്. എന്താണ് ഈ ഞാൻ? ഈ കാണുന്ന ഞാൻ ആര് എന്ന് അന്തരംഗത്തിൽ ആരാഞ്ഞ് നോക്കുമ്പോ അതിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞ് പ്രബലമായി ശ്രദ്ധയെ ആ പ്രഥമ വികാരത്തിൽ ഞാൻ എന്നുള്ളതിൽ ശ്രദ്ധിക്കുമ്പോ അത് ഹൃദയത്തിൽ പതുക്കെ ചെന്ന് അടങ്ങും. അടങ്ങുന്ന സ്ഥലത്ത് ദൃക്ക് ദൃശ്യമെന്നുള്ള ഭേദമില്ലാതെ യുഷ്മദ് അസ്മദ് മതി വർജിത ഏകാസ്ഥിതി ജ്വലന്തി സഹജാത്മനസ്യാത്. നീ ഞാൻ എന്നുള്ള ഭേദമറ്റ അദ്വയമായ ഒരു വസ്തു ഹൃദയത്തില് പ്രകാശിക്കും. അതാണ് ഭഗവത്പാദരവിടെ സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവ അദ്വയം. രണ്ടില്ലാത്ത ആത്മാവിനെ, അദ്വയമായ ആത്മാവിനെ പ്രബോധസമയേ സാക്ഷാത് കുരുതേ. പ്രബോധം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാക്കിൽ വീണുപോകരുത് നിങ്ങൾ. പ്രബോധം നിങ്ങളുടെ സ്വരൂപമാണ്. പ്രബോധം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. പ്രബോധം എന്ന് പറഞ്ഞാൽ എഴുന്നേക്കുക എന്നർത്ഥം. എവിടേക്ക് എഴുന്നേക്കും? ആരെഴുന്നേക്കും? ഞാൻ ഇത്ര കാലം എന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നു, ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. എന്റെ ഇരുപ്പിനെ, നിലനിൽപ്പിനെ ഞാൻ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കണു. ഇതാണ് ധ്യാനം. ഞാനുണ്ട് എന്നുള്ളതിനെ എങ്ങനെ ശ്രദ്ധിക്കണു? സാധിക്കുമെങ്കിൽ ചോദിച്ചോളാം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇപ്പവും എന്താ വ്യത്യാസം? ഇതൊക്കെ ധ്യാനിക്കാനുള്ള ഹിന്റ്സാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇതേ ശരീരം ഇങ്ങനെ ഇരുത്തിയാൽ അതിനകത്ത് എന്തോ ഒന്നില്ല, അതിപ്പുണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ്? എന്താ അത്? ഉത്തരം എന്താ? ഉള്ളില് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇരുപ്പ്. ചിത്തവൃത്തികളല്ല, ചിത്തവൃത്തികളുടെ ഒക്കെ ഇടയിലും നിറഞ്ഞു നിൽക്കണം. അതിലാണ് ചിത്തവൃത്തികൾ വരുന്നത്.
അതിലാണ് അഭിമാനം വരുന്നത്, അതിലാണ് ഞാനെന്നുള്ള അഹംവൃത്തി പോലും ഉദിച്ചടങ്ങുന്നത്. അത് നിത്യസിദ്ധമായ വസ്തു, അതിന് പോക്ക് വരവില്ല. അത് ഉണ്ടാവുകയോ മറയുകയോ ചെയ്യുന്ന സാധനമല്ല. ഹൃദയസ്ഥമവേഹി സദാഹമിതി. ദൃശം ഹൃദയസ്ഥമവേഹി സദാഹമിതി. നമ്മളിപ്പോ തോട്ടകാഷ്ടകത്തില് കണ്ട വിഷയമാണ്. ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്തിനെ ആ സ്വരൂപമായിട്ട് അറിയാം. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായി? ഈ പ്രപഞ്ചം സ്ക്രീനിൽ ഉണ്ടാവുന്ന സിനിമ പോലെയാണ്, അഥവാ സ്വപ്നത്തിൽ കാണുന്നത് പോലെ. ഹരിനാമകീർത്തനത്തിലൊരു ശ്ലോകം ഉണ്ടല്ലോ, സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. ഇതൊക്കെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട്. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണ. സ്വപ്നത്തിൽ പലത് കണ്ടിട്ടുണർന്നവൻ വാസ്തവത്തില് ഇന്നലെ രാത്രി നമ്മൾ കണ്ട സ്വപ്നം ഇപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കണമോ അതേപോലെയാണ് ഇന്നലെ പകല് കണ്ടതും. നമ്മൾക്ക് വെറും രണ്ടും ഒരേപോലെയല്ലേ? രണ്ടും ഇപ്പൊ ഇല്ല, രണ്ടും മനസ്സിൽ വെറും തോട്ടം മാത്രമാണ്. രണ്ടും നമ്മൾക്കില്ല. ഇപ്പൊ നമ്മളുടെ മുമ്പിൽ നടക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചമും സ്വപ്നം പോലെ തന്നെ, ഒരു സിനിമ പോലെ തന്നെ കണ്ണടച്ചില്ല. ഇന്ദ്രിയ പ്രത്യക്ഷം അല്ലേ? ഇന്ദ്രിയ പ്രത്യക്ഷമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ണടച്ച് ഉള്ളില് നോക്കി ആ സദ്വസ്തു ഇന്ദ്രിയ പ്രത്യക്ഷമാണോ? അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്യൂ നോക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ കണ്ണടച്ചാൽ മതി, ശബ്ദം കേൾക്കാതിരിക്കണമെങ്കിൽ ചെവി അടച്ചാൽ മതി, മണക്കാതിരിക്കണമെങ്കിൽ മൂക്കടച്ചാൽ മതി, രുചിക്കാതിരിക്കണമെങ്കിൽ നാവടച്ചാൽ മതി. പക്ഷെ നിങ്ങളെ ഒന്ന് അടയ്ക്കോ നോക്കട്ടെ. ന അഭാവോ വിദ്യത്തെ സതാ. ഇരുപ്പിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ പിടിക്കണം. പ്രത്യഭിജ്ഞ, recognition. You can never be without that existence. Your real is your real nature. That which is the self. അതിന് അതിരില്ല, അതിന് വരമ്പില്ല. അത് അദ്വയം, രണ്ടില്ലാത്തത്. സാക്ഷാത്കുരുത്തെ, സാക്ഷാത്കരിക്കുന്നു ഭഗവാൻ. നമ്മുടെ ഭഗവാനടുത്ത് പലരും സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയണ വാക്ക് ആത്മാ എപ്പോഴും സാക്ഷാത്തായിട്ടുണ്ട്. അതിനെ കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ കാരം കൃതം ഒന്നുമില്ല. യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് നിരന്തരം ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് അതുണ്ട്, നമുക്ക് ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുണ്ട്. പക്ഷെ അതിനെ ശ്രദ്ധിക്കണേ ഇല്ല. പിന്നെ എന്തിനെയാ ശ്രദ്ധിക്കണത്? വിശ്വം. ഈ വിശ്വം എന്താണ്? മായയാ ദൃശ്യമാനം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം. തുല്യം എന്ന് പറഞ്ഞു. ഒരു 3 ഡയമെൻഷൻ ഉള്ളത് കൊണ്ടാണ് തുല്യം. കണ്ണാടിക്ക് 3 ഡയമെൻഷൻ ഇല്ലല്ലോ. ഇതൊരു 3 ഡയമെൻഷണൽ ഫിലിം. ഇനി 4 ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ചിലർ പറയണു 3 ഡയമെൻഷൻ തൊടാനൊന്നും പറ്റില്ല, തൊടണ പോലെ തോന്നും. ആക്ച്വലി അതും 2 ഡയമെൻഷനേ ഉള്ളൂ. ഇതിനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിനിപ്പോ 3 ഡയമെൻഷൻ എന്ന് പറയാമോ? ഇതിനെ എത്രയാ പറയാ അല്ലേ? ആണോ? അല്ലെ ഇതിനെ 4 ഡയമെൻഷൻ എന്ന് പറയൂ. ഇതും ഇതിന് ചെല്ലും. ഇതും 3 ഡയമെൻഷൻ. സിനിമ 3 ഡയമെൻഷൻ അല്ല, അത് വെറും അപ്പിയറൻസ് ആണ്. ഇത് 3 ഡയമെൻഷനാണ്. പക്ഷെ വെറും 3 ഡയമെൻഷനാണ്. 4th ഡയമെൻഷൻ ഇല്ല. എന്താ 4th ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതായിട്ട് തീർന്നാലേ അതിനെ അറിയാൻ പറ്റുള്ളൂ, അതാവാൻ പറ്റില്ല. ഇറ്റ് ഈസ് അവൈലബിൾ ദെയർ. അതിന് അന്തമേ ഇല്ല. നിങ്ങളുടെ അറിവ് അവസാനിക്കുകയില്ല.
അവസാനിക്കാത്ത അറിവ് എങ്ങനെ അറിവാവും? അറിവ് എന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചു കഴിഞ്ഞു, അപ്പോഴേ അത് അറിവാവുള്ളൂ. ലോകത്തിനെ കുറിച്ചുള്ള അറിവ് അവസാനിക്കുകയില്ല, മാറിക്കൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കണം, അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതിലൊരു പിടിയും എത്തും പിടിയും കിട്ടണില്ല. ആത്മനി പശ്യന്, ആത്മാവിലാണിത് കാണപ്പെടുന്നത്. മായയാ ബഹിരിവ ഉദ്ഭൂതം. അതൊരു കരുണയാണ്. ഭഗവത്പാദർ പറഞ്ഞു, മായ കൊണ്ട് നിനക്ക് പുറത്തു പോലെ തോന്നുകയാണപ്പാ, യു വിൽ വേസ്റ്റ് യുവർ ടൈം. സുഖമായി മനസ്സിനെ അന്തർമുഖമാക്കി സ്വരൂപത്തിനെ അറിഞ്ഞ് നിശ്ചിന്തമായി വിശ്രാന്തമായിട്ട് ഇരിക്കണതിന് പകരം ചൊവ്വയിലെന്ത് സംഭവിക്കണു, ബുധനിലെന്ത് സംഭവിക്കണു, ചന്ദ്രനിൽ വെള്ളമുണ്ടോ, യൂസ്ലെസ് ആയിട്ട് കോടി പണവും ചെലവാക്കി കുറെ കുപ്പസാധനങ്ങൾ കൊണ്ടുപോയിട്ട് ബഹിരാകാശത്ത് നിക്ഷേപിച്ചിട്ട് വരികയാണ്. ആരൊക്കെയോ പറയണ കേട്ടോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങൾ ചോട്ടിലേക്ക് വീണു അത്രേ. ഇതിനെയൊക്കെ പോയി അറിവ് എന്ന് വിളിക്കണം അല്ലേ? മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, ഉണ്ണാൻ വെള്ളം, അതുപോലും നഷ്ടപ്പാക്കി പോയി. എന്തൊക്കെയോ ചൊവ്വയിൽ വെള്ളമുണ്ടോ, ചന്ദ്രനിൽ വെള്ളമുണ്ടോ, പുറമേക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തുകൊണ്ട് പോണു? ഇത് സത്യമാണ് എന്ന് ധരിക്കുകയാണേ. അതാണ് മായ. മായ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് നേരം വൈകിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന ഒരു ശക്തിയാണ് മായ എന്ന് പറയുന്നത്. നിങ്ങൾ വന്ന കാര്യം മറന്നുപോകും. ഒരു പഴയ കഥയാണ് രാമതീർത്ഥസ്വാമി പറയാ. ഒരു രാജകുമാരി, അവരെ കല്യാണം കഴിക്കണമെങ്കിൽ അവരെ കുതിര ഓട്ടത്തിൽ തോൽപ്പിക്കണം. അത് കുതിര ഓടിച്ച് അവരുടെ പുറകെ പോയ ആ വഴിയിലൊക്കെ സ്വർണ്ണക്കെട്ടി ഇട്ടുകൊണ്ടേയിരിക്കും. ഇത് പെറുക്കാനായിട്ട് നിൽക്കും. അപ്പൊ അവസാനം പറ്റില്ല. അത് അങ്ങനെ ഒരു കഥ പറയും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം മറന്നു. ഇപ്പൊ ചിലപ്പോൾ ഗുരുവായൂർ തൊഴാൻ പോയിട്ട് പല സാധനങ്ങളും കടയിൽ അവിടെ കയറി ഇവിടെ കയറി വാങ്ങിയിട്ട് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നടയടച്ചു. ഭഗവാൻ ഒരു മഹാവാക്യം പറയണത് അതാണ്, വந்த വേലയെ പാടുപോയി. വந்த വേലയെ എന്തോ പുറത്ത് അത് ചെയ്യാൻ ലോകത്തിൽ എന്തൊക്കെയോ ചെയ്യും, അത് പോവില്ലല്ലോ. എന്ത് ചെയ്യാം, ഇവിടെ എന്തൊക്കെയോ കാണണമല്ലോ. അപ്പോഴാണ് പറയണത് മായയാ ബഹിരിവ ഉദ്ഭൂതം. ഇതൊക്കെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള ആ വാസന ഇത് വേറൊരു ഇതിലൊരു ജപ്പടി വിദ്യയാണ്, ഒരു ഇന്ദ്രജാലം. എന്താന്ന് വെച്ചാൽ അത് കൂടുതൽ ഫലവത്തുമാണ്. അവനവന്റെ വാസനയ്ക്കനുസരിച്ച് ഒരു ലോകത്തിലാണ് അവനവൻ ജനിക്കുന്നതും വളരണതും ഒക്കെ. ഈ ഉള്ളിലുള്ള വാസനയെ ജ്ഞാനം കൊണ്ട് ശമിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വലിയ ആഗ്രഹങ്ങളോടുകൂടി ഒന്നും ആരും ജനിക്കില്ല. ജനിക്കുമ്പോൾ തന്നെ ജനറ്റിക്കായിട്ട് ചില ഡിസയേഴ്സോടുകൂടെ ചിലർ ജനിക്കും. അതിൽ ധാർമ്മികമായ ആഗ്രഹങ്ങൾ, അധാർമികമായിട്ട് അങ്ങനെയൊന്നും വരില്ല. അത് ഒരു ലിമിറ്റിന്റെ ഉള്ളിലേ വരുള്ളൂ. ആ ആഗ്രഹങ്ങളൊക്കെ കൂടെ തന്നെ ശ്രുതി പറയണത് ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ഉണർത്തിയിട്ട് ഈ മനസ്സിനെ അങ്ങോട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം അങ്ങോട്ട് ശമിക്കുമ്പോൾ തമാശ എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഇയാൾ ആഗ്രഹിച്ചത് മുഴുവൻ നടക്കും. സർവാൻ കാമാൻ സമസ്നുതേ. സർവാൻ കാമാൻ എന്ന് വെച്ചാൽ അതിനുശേഷം ഇയാൾ ആഗ്രഹിക്കുന്ന അർത്ഥമല്ല, അതിനു മുമ്പ് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ബ്രഹ്മനിഷ്ഠൻ സാധിച്ചിരിക്കുന്നതാണ്. അയാൾ സാധിക്കാൻ യത്നിക്കൊന്നും വേണ്ട, അതൊക്കെ മുമ്പിൽ വന്ന് നിൽക്കും. പക്ഷെ പലപ്പോഴും ആവശ്യം വരില്ല. അതാണ് വേറൊരു തമാശ. ഒരാള് ലക്ഷ്മിയെ ഉപാസിച്ചു ദാരിദ്ര്യം തീരാനായിട്ട്. ഉപാസിച്ച് ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടില്ല. ലക്ഷ്മി പറഞ്ഞു, നിവൃത്തിയില്ല, തനിക്ക് ഈ ജന്മത്തിലൊന്നും ദാരിദ്ര്യം തീരാനുള്ള യോഗമില്ല. വൈരാഗ്യം വന്ന് എല്ലാം ഇട്ടിട്ട് സന്യാസം എടുത്തു, വേദാന്ത വിചാരം ചെയ്തു, ജ്ഞാനം നേടിയപ്പോ ജന്മം മാറിപ്പോയി.
അപ്പോ ഈ കനകധാരാസ്തവത്തിന്റെ രീതിയില് കൂര പൊളിച്ച് കുറേ സ്വർണം ഇങ്ങനെ വീണു അത്രയും. അപ്പൊ അതേ ചൂലുകൊണ്ടൊക്കെ കൂട്ടിയിട്ട് മുറത്തിലാക്കിയിട്ട് പുറത്തു കൊണ്ടുവെക്കാം. ആവശ്യമില്ല, ഇനിയിപ്പോ വേണ്ട. അതൊക്കെ വൈരാഗ്യം വന്നതോടുകൂടെ തൃണം ജഗത്ത് വൈരാഗ്യം വന്നപ്പോ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ കൂടെ കൂര പൊളിച്ച് ചോട്ടിലേക്ക് വീഴാണ്. ഇത് വേണമെന്ന് ആഗ്രഹിച്ച കാലത്തൊന്നും നടന്നില്ല. എപ്പോ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒക്കെ മുമ്പിൽ വന്ന് വരിവരിയായി. അപ്പോ ഒരു വിധത്തിൽ പറഞ്ഞ ഈ വേണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ ലാഭകരം. പക്ഷെ അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചാൽ നടക്കില്ല. എന്താന്ന് വെച്ചാൽ ഇതൊരു ടെക്നിക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ വേണ്ട പറഞ്ഞാലും വേണം തന്നെയാ പറയണത്. പക്ഷെ വാസ്തവത്തിൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നടക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാതാനും. ഇതാണ് അതിന്റെ ഒരു തമാശ, ഒരു വിരോധാഭാസം. വാസ്തവത്തിൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പൊ പിന്നെ അത് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യില്ല. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ അപ്പൊ വരൂല. എന്താന്ന് വെച്ചാൽ ആ ആഗ്രഹം തന്നെ ഒന്ന് തടസ്സമുണ്ട്. അത് മുമ്പിൽ ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നതാണ്. വസ്തുക്കളൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള വാസനയാണ്. ഈ ഉള്ളിലുള്ള വാസന അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ജഗത്ത് മറയും. ജഗത്ത് മറയെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ ഒരു പേടി. എന്താന്ന് വെച്ചാൽ അപ്പോ ലോകം ഇല്ലാതാവൂ, ലോകമില്ലാതാവുമെന്ന്. അങ്ങനെയല്ല, ലോകം ഉണ്ട് എന്നുള്ള ഭ്രമം പോയി. അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്തെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. ത്രിപുടിഹീനമായ അറിവ് വന്നു. ഇത് മരമാണ്, ഇത് മലയാണ്, ഇത് ആണാണ് പെണ്ണാണെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അജ്ഞാനം അങ്ങോട്ട് പോയി. ഇവിടെ സകലത്തും ഭഗവാനാണ്. ഭഗവാൻ സ്വയമേവ എല്ലാ നാമരൂപങ്ങളായിട്ട് പൊന്തുന്നു, നിൽക്കണു, ലയിക്കണു. ഇവിടെ ഭഗവാനേ ഉള്ളൂ എന്നറിഞ്ഞു. ഈശ്വരനാണ് ഇവിടെ എല്ലാം. എല്ലാ നാമരൂപങ്ങളായിട്ടും ആവിർഭവിച്ച് നിന്ന് അടങ്ങണത്. അതിന് നമ്മള് ഈശ്വരൻ മരമായിട്ട് വരുമ്പോ നമ്മൾ തേക്ക്, പുളി, ഇലുപ്പ എന്നൊക്കെ പേര് കൊടുക്കണു. സ്ത്രീ ആയിട്ട് വരുമ്പോ ഓരോ പേര് കൊടുക്കണു. പുരുഷനായിട്ട് വരുമ്പോ ഓരോ പേര് കൊടുക്കണു. കുട്ടികളായിട്ട് വരുമ്പോ ഓരോ പേര് കൊടുക്കണു. സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ പറയണു. ഖം വായും അഗ്നിം സലിലം മഹിംഛ ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേഹ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേതനന്യ. ഇതൊക്കെ നമ്മൾ ദക്ഷിണാമൃത സൂത്രത്തിന്റെ അവസാന ശ്ലോകത്തിൽ കാണുന്നതാണ്. ഇത് മുഴുവൻ ഭഗവാനാണെന്ന് അറിഞ്ഞപ്പോ എന്താ, വിശ്വമില്ല. കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു എന്നുള്ള ഭേദമല്ല. ത്രിപുടിഹി നച്ചിത്, ത്രിപുടിയില്ല. അത് എന്ത് രീതിയിലുള്ള ഒരു ദർശനശക്തിയാണത് എന്ന് ചോദിച്ചാ അജ്ഞാനം ഇരിക്കണ വരെ അത് മനസ്സിലാവുകയേയില്ല. സാക്ഷാത്കൃതനായ ജ്ഞാനിയുടെ സർവാത്മഭാവം എന്ന് പറയണത്, എല്ലാം ആത്മസ്വരൂപമാണ് എന്ന് പറയണത് നമുക്കൊന്നും മനസ്സിലാവണില്ല. അത് ജ്ഞാനി പറയണത് നിങ്ങളും ആത്മാവിനെ തന്നെയാ കാണുന്നത്. രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ജ്ഞാനികൾ എല്ലാരെയും ഭഗവാൻ എന്തോ ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ എങ്ങനെയാ കാണുന്നത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ് ഞാനും കാണുന്നത്. പക്ഷെ നിങ്ങളെ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നതെന്ന് മാത്രം. ഞാൻ ഉള്ളത് മാത്രമേ കാണുള്ളൂ. നിങ്ങളതില് മനസ്സ്, ശരീരം, രാഗദ്വേഷങ്ങള്, നല്ലത് ചീത്ത എന്തൊക്കെയോ ആരോപിച്ച് കാണുന്നു. ഞാനോ ആ സത്ത് മാത്രം കാണുന്നു, സ്ക്രീൻ മാത്രം കാണുന്നു. സിനിമ കാണാതിരിക്കാനുള്ള ഒരു ചമത്കാരം എനിക്കുണ്ടായിരുന്നു. സ്ക്രീൻ മാത്രദർശി, അധിഷ്ഠാനദർശി. അധിഷ്ഠാനം മാത്രമാണ് ഞാൻ കാണുന്നത്, ആരോപിതത്തിനെ ഞാൻ കാണുന്നില്ല. സകലതും ആത്മസ്വരൂപമാണെന്ന് കാണുമ്പോ അതില് കൽപ്പിതമായ വസ്തുക്കളൊന്നും തടസ്സമല്ല ആത്മദർശനത്തിന്. ഭേദമൊക്കെ ജ്ഞാനിക്കും അറിയുന്നുണ്ട്. ജ്ഞാനിക്ക് നല്ല ആള് ചീത്തയാളൊക്കെ അറിയുന്നുണ്ട്, അല്ലേ? ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ തന്നെ വന്ന് മഹാഭാരതത്തിൽ വരുമ്പോ ദുര്യോധനനെ ചീത്ത വിളിച്ചു, പാണ്ഡവരുടെ കൂട്ടുനിന്നു. വ്യവഹാരമൊക്കെ സാധാരണ പോലെയാണ്, അതിനൊന്നും തടസ്സമില്ല. അറിഞ്ഞുകൊണ്ട് വ്യവഹരിക്കുമ്പോഴും വ്യവഹാരത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരണില്ലെങ്കിലും ഈ വ്യവഹാരത്തിന്റെ മുഴുവൻ അധിഷ്ഠാനമായ ഏകസത്തിനെ സാക്ഷാത്തായി അനുഭവിച്ചറിയണ ജ്ഞാനിയുടെ വ്യവഹാരത്തിലും ഈ ആത്മാനുഭൂതിയുടെ രസമുണ്ട്.
ആ ജ്ഞാനാനുഭവമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും താദൃശായേവ ജാനന്തി. അരുണഗിരിനാഥർ പറഞ്ഞു, എങ്ങനെ അറിയും ഈ അനുഭൂതി? അവ്വാർ അറിവാർ അറികിன்றதலால் എവ്വാർ ഒരുവർക്ക് ഇസൈവിപ്പതുവേ. അതിങ്ങനെയെന്ന് ഞാൻ എങ്ങനെ പറയും? അവ്വാർ അറിവാർ അറികിன்றதலாൽ, അങ്ങനെയുള്ളവർ അതിനങ്ങനെ അറിയണമെന്നല്ലാതെ എവ്വാർ ഒരുവർക്ക് ഇസൈവിപ്പതുവേ, ഏത് വിധത്തിൽ ഞാനിത് ഇന്ന വിധം എന്ന് പറഞ്ഞു കൊടുക്കും? അങ്ങനെ സാക്ഷാത്കുരുതേ പ്രബോധ സമയേ, പ്രബോധം വരുമ്പോ, സാക്ഷാത്കാരം വരുമ്പോ അറിഞ്ഞു. ആശ്രമത്തില് ഒരു വയസ്സായ ഒരു സാധുവുണ്ട്. അദ്ദേഹത്തിനടുത്ത് ഒരാൾ പറഞ്ഞു, ഈ വേദാന്തം പറയണ ഈ അനുഭൂതി ഉണ്ടല്ലോ, ആ അനുഭൂതിയൊന്നുമില്ല, ഇതിനെ അറിഞ്ഞാ മതി. അറിഞ്ഞാൽ മതി എന്ന് വെച്ചാൽ അറിവ് തന്നെ അനുഭൂതി സ്വരൂപമാണ്. അതുകൊണ്ട് അതിനെ അനുഭൂതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം, അല്ലെങ്കിൽ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അറിഞ്ഞാൽ മതി, അറിവുള്ളൂ, അനുഭൂതിയൊന്നുമില്ല. അപ്പൊ ആ സാധു പറഞ്ഞു, ശരിയാണ്, അനുഭൂതിയൊന്നുമില്ല, അത് ഉള്ളവർക്കല്ലേ ഉള്ളൂ. ഇല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉത്തരം, ശരിയാ, അനുഭൂതിയൊന്നുമില്ല, അത് ആർക്കുണ്ടോ അവർക്കുണ്ട്, ഉള്ളവർക്കല്ലേ ഉള്ളൂ, നിനക്ക് ഇല്ല, അത് സത്യം, ഉള്ളവർക്കല്ലേ ഉള്ളൂ. അവ്വാർ അറിവാർ അറികിன்றதலால் എവ്വാർ ഒരുവർക്ക് ഇസൈവിപ്പതുവേ. സ്വപ്നേ സ്വാന്തർഗതം വിശ്വം യഥാ പൃഥഗിവേക്ഷ്യത്തെ തഥൈവ ജാഗ്രത്കാലേപി പ്രപഞ്ചോയം വിവിച്യതാം. സുരേശ്വരാചാര്യർ പറഞ്ഞു, സ്വപ്നത്തിൽ ഉള്ളിലുള്ള ലോകം വേറെ ആയിട്ടാണല്ലോ കാണുന്നത്. സ്വപ്നത്തിൽ തന്നെ ഞാൻ ഈ പ്രസംഗിക്കണത് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് രാത്രി സ്വപ്നം കാണും. കണ്ടാൽ ഇതേ കാര്യമായിരിക്കും കാണുന്നത്, ഇതൊക്കെ മായയാണ്. അപ്പൊ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നത് നിങ്ങൾ തന്നെ കാണും, വിശ്വസിക്കില്ല. ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ വിശ്വസിക്കോ? ഇല്ല. ഉണർന്നു കഴിഞ്ഞിട്ട് സമ്മതിക്കും, അല്ലേ? അപ്പോ സ്വപ്നേ സ്വാന്തർഗതം വിശ്വം യഥാ പൃഥഗിവേക്ഷ്യത്തെ തഥൈവ ജാഗ്രത്കാലേപി പ്രപഞ്ചോയം വിവിച്യതാം. സ്വപ്നം പോലെ തന്നെ ഈ ജാഗ്രതയിൽ ഒരു വ്യത്യാസമില്ല. അന്തരസ്മിൻ ഇമേ ലോകാഹ അന്തർവിശ്വമിതം ജഗത് ബഹിർവൻ മായയാഭാതി ദർപ്പണേ സ്വശരീരവത് എന്ന് പറഞ്ഞ് സുരേശ്വരാചാര്യർ ഇതിനെ വിസ്താരമായിട്ട് പറഞ്ഞു. ഇതിലൊരു അദ്ഭുതമായ ഒരു ശ്ലോകമുണ്ട്. എന്താ ശ്ലോകം എന്ന് വെച്ചാൽ, ഈ ജ്ഞാനിക്ക് വിശ്വം തന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല നമുക്ക്. അതിനൊരു ഉദാഹരണം പറയണത്, ഊണ് കഴിക്കുമ്പോൾ ചാപ്പാടൊക്കെ ഇവിടെ ഉണ്ട് കഴിഞ്ഞപ്പോ എവിടെ പോയി? എന്റെ ഉള്ളിലായി. ഭുക്തം യഥാന്നം കുക്ഷിസ്തം. നല്ലവണ്ണം ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അറിയണേയില്ല, അല്ലേ? ചിലതൊക്കെ കഴിച്ചാൽ അറിയും, ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ഉള്ളിലിരുന്ന് അറിവും അതുപോലെയാണ്. ഡൈജസ്റ്റ് ആവാത്ത അറിവ് ഉള്ളിൽ കിടന്ന് ഗൂഡ്സ് വണ്ടി പോലെ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ട്. ഡൈജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ അന്നം ശരീരമായിട്ട് മാറുകയാണ്. അതുപോലെ ജ്ഞാനിക്കും ഈ അറിവ് സ്വഭാവം പ്രകൃതിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഭുക്തം യഥാന്നം കുക്ഷിസ്തം സ്വാത്വത്വേനൈവ പശ്യതി. അതുപോലെ പൂർണാഹന്ത കബളിതം വിശ്വം യോഗീശ്വരസ്തഥാ. പൂർണാഹന്ത കബളിതം, ഈ ജീവാഹന്ത പൂർണാഹന്തയായി എന്നാണ്. അഹന്തയുടെ സ്വരൂപം എന്താണെന്ന് നോക്കിയപ്പോൾ ഈ അഹന്ത ശരീരം, മനസ്സ് എന്നുള്ള ഉപാധികളൊക്കെ വിട്ട് പൂർണ്ണവസ്തുവായി പ്രകാശിച്ചപ്പോ ആ പൂർണ്ണത്വത്തിൽ വിശ്വം അന്യമായിട്ട് കാണാനില്ല. വിശ്വം മുഴുവൻ പരമാത്മസ്വരൂപമായിട്ട് തന്നെ തീർന്നു. ഇതാണ് ആദ്യ ശ്ലോകം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനിമായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാം യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം
തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ യസ് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ താൻ മാത്രം മുറിയിലിരുന്നതായിട്ട് കാണുന്ന പോലെ സാക്ഷാത്കാരം വരുമ്പോ, ആത്മജ്ഞാനം വരുമ്പോ അദ്വയം ആത്മാനമേവ സാക്ഷാത് കുരുതേ. രണ്ടില്ലാത്ത ആത്മാവിനെ സാക്ഷാത്തായി അപരോക്ഷമായി തന്റെ സ്വരൂപമായിട്ട് കരുതുന്നു, അറിയുന്നു. ഈ ജ്ഞാനം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അതിന് ആചാര്യസ്വാമി പറഞ്ഞു, ആ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടേ വരുള്ളൂ. ആ സദ്ഗുരുവിനെ ശരണാഗതി ചെയ്ത് ആ ഗുരുവർക്ക ലബ്ധ ഉപനിഷത്സു ചക്ഷുഷായേതേ തരന്തീഹ ഭവാനൃതാം ബുദ്ധിം. ഭാഗവതത്തിലൊരു അദ്ഭുത ശ്ലോകാണ്, ദശമസ്കന്ധത്തിൽ. എങ്ങനെയാ ഈ സംസാര കടൽ കടക്കുക? എവിടെ നോക്കിയാലും മുങ്ങി പൊങ്ങി താണ് വിഷമിച്ച് കടലിലിരുന്ന് ജീവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ഗുരു വന്ന് കണ്ണിലൊരു ഒരു മഷി ഇട്ട് കൊടുത്തു. ഇയാള് പറയണത്, എന്നെ എങ്ങനെയെങ്കിലും ഈ കടലിൽ നിന്ന് കരകയറ്റു. ഒരു തോണിയും കൊണ്ട് പുറപ്പെട്ടു കടലില്. പകുതി ദൂരം കടലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ തോണിയിൽ 9 ഓട്ട. ശരീരാണേ, 9 ദ്വാരം. ആ 9 ദ്വാരമുള്ള ഈ ശരീരവും കൊണ്ട് കടൽ കടക്കാൻ പോയി 9 ദ്വാരത്തിലൂടെയും വെള്ളം അകത്ത് വന്നുകൊണ്ടിരിക്കുക. കാലം തോണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും പോവാൻ വയ്യ, അങ്ങോട്ടും പോവാൻ വയ്യ. അനന്തമായ സമുദ്രം. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഗുരു ഒരു കപ്പലും കൊണ്ടുവന്ന് രക്ഷിക്കുമെന്നാണ് ഇയാൾ വിചാരിച്ചത്. ഒരു കപ്പലോ വലുതൊക്കെ കൊണ്ടുവന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചു. അതിന് പകരം ഗുരു എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട് ഇയാൾ ദുഃഖിക്കണതിന്റെ നടുവില് ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ട് ഒരു മഷി എടുത്തു. എന്നിട്ട് ഇയാളുടെ കണ്ണിലിട്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഇതെന്ത് പലങ്കാരത്തിനാണോ ഞാൻ വിളിച്ചത്? ഈ ജ്ഞാനം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണത്. എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും വലിയ വിഷമമുള്ളത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു എലോബറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് പറയണം, അല്ലാതെ ഇതൊക്കെ ഇപ്പൊ ശമിക്കുമോ? വളരെ എലോബറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വഴി പറയണം, അല്ലാതെ ഇത്ര സിമ്പിളായിട്ട് കാര്യം നടക്കുമെന്നാണ് നമുക്ക് സംശയം. ഇദ്ദേഹം ആണെങ്കിൽ എടുത്ത് ഒരു ചെറിയൊരു ഡപ്പ എടുത്തു. അത് തുറന്നിട്ട് കണ്ണിൽ മഷിയിട്ട് കൊടുത്തു. ഇതിനപ്പം മഷിയിടുന്നത്? ശരി, ധരിച്ചിട്ടൊന്ന് നോക്കൂ. ആ മഷി കണ്ണിലിട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ കടലേ കാണാനില്ല എന്നാണ്. അനൃതാം ബുദ്ധിം. കള്ളമായ കടൽ അങ്ങട് മറഞ്ഞുപോയി. കടലേ അവിടെ കാണാനില്ല, സമുദ്രമേ കാണാനില്ല. പിന്നെ അവിടെ എന്തുണ്ട്? ബ്രഹ്മമേ ഉള്ളൂ. സകലതും പരമാത്മസ്വരൂപമായിട്ട് കാണുന്നു, ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നു. സംസാരമേ ഇല്ല, ദുഃഖമേ ഇല്ല, വിഷമമേ ഇല്ല, അജ്ഞാനമേ ഇല്ല, ബന്ധമേ ഇല്ല. ബന്ധമുക്തി അതീതം പരം സുഖം വിന്ദതീഹ ജീവഃ തു ദൈവികഃ. ബന്ധമുക്തി അതീതം പരം സുഖം. ഇവിടെ മുഴുവൻ ഭഗവത് സ്വരൂപമേ ഉള്ളൂ, ആത്മസ്വരൂപമേ ഉള്ളൂ എന്ന് കണ്ടു. ഇത് അനുഗ്രഹം കൊണ്ടുവന്നു. ഇയാളുടെ സാമർത്ഥ്യം കൊണ്ടല്ല, ഭക്തി ചെയ്തപ്പോ എന്തായി? ഭഗവാൻ സദ്ഗുരു രൂപത്തിൽ മുമ്പിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മതത്വോപദേശം ചെയ്തു. ആ ആത്മതത്വോപദേശം ഫലിച്ചു. അതാണ് ഗുരുവിനുള്ള ശക്തി. ശക്തി എന്താണ്? ശിഷ്യന്റെ ഉള്ളിൽ ഫലിപ്പിച്ചു. എങ്ങനെ ഫലിപ്പിച്ചു എന്ന് വെച്ചാൽ പുറമേ നിന്നും ഉപദേശിക്കുകയും ഉള്ളിൽ അന്തര്യാമിയായിരുന്ന് ഗ്രഹിക്കുകയും ചെയ്തു. പുറമേ നിന്ന് വ്യക്തിയായിട്ട് ഉപദേശിക്കുകയും ചെയ്തു. ഇയാൾക്ക് മനസ്സിലാക്കാനുള്ള സാധനമാണല്ലോ ഉള്ളില്. ഈ ചെറിയ ചെറിയ സാമഗ്രികളൊക്കെ ഒന്നും പോരാ. അപ്പൊ ഉള്ളില് അന്തര്യാമിയായി ഇരുന്ന് ഗ്രഹിക്കുകയും ചെയ്തു. ആചാര്യ ചൈത്യ വപുഷ സ്വഗതിം വ്യനക്തി എന്നാണ്. ഒരു പുതിയ ഒരു ഇന്ദ്രിയം ഉണ്ടായി ഉള്ളിൽ, ഈ തത്വം അറിയാനായിട്ട് ഒരു പുതിയ ബുദ്ധി. ആ ചൈതന്യം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അവർക്ക് ഞാൻ ആ ബുദ്ധിയോഗത്തിനെ കൊടുക്കണു. അവർ നേരെ എന്റെ അടുത്തേക്ക് വരും. എന്നുവെച്ചാൽ സത്യം അവർക്ക് സുസ്പഷ്ടമായിട്ട് ഹൃദയത്തിൽ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിച്ചു കഴിയുമ്പോ അവർക്കറിയാം ഇവിടെ ബന്ധമില്ല. മുക്തോഹം ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ആ മുനിജനം എന്ത് ചെയ്യണു? പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനം.
പ്രണവമുണരാന്ന് വെച്ചാൽ അവര് ആത്മാനുഭൂതി സമ്പന്നരാണ്. അവരുടെ അനുഗ്രഹം കൊണ്ട് ഇയാൾക്ക് എന്ത് സംഭവിച്ചു? പതുക്കെ 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 ഈ അലൗകിക ഭാഷ പഠിച്ചു. അതിലൂടെ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ, കുറിയാത് കുറിക്കും നെറി എന്ന് പറഞ്ഞു. ഞാൻ പറയാതെ പറയാം. ആ ഭാഷ, ആ ചമത്കാരം ഗ്രഹിച്ച് ആത്മതത്വം അറിയാനുള്ള സാമർഥ്യം, കുശലം, കൗശലത ഇയാൾ സമ്പാദിക്കുകയും ഇവിടെ ഇരിക്കുമ്പോ തന്നെ പൂർണാഹന്ത കബളിതം വിശ്വം, ഇയാളുടെ സംസാരം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആത്മാനുഭൂതിയിൽ മുഴുകിപ്പോയി. ഉള്ളിലുള്ള ആത്മാനുഭൂതിയില് ഇയാളുടെ വിശ്വത്തിനെ മുഴുവൻ കബളനം ചെയ്തു. ഭഗവാൻ അരുണാചല പഞ്ചരത്നത്തിലും പറയണതാണ്, കരുണാപൂർണ സുധാബ്ധേ. അരുണാചലം മലയാണ്. മലയെ ഭഗവാൻ കടലാക്കി മാറ്റി. അത് മലയാണ്. മലയെ എന്താ ഭഗവാൻ പറയണെന്ന് വെച്ചാൽ കടൽ. കരുണാപൂർണ സുധാബ്ധേ, അരുൾ നിറൈവാന അമുദക്കടലേ, കബളിതഘന വിശ്വരൂപ. കബളിതഘന വിശ്വരൂപ, വിശ്വത്തിന് മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. അരുണാചല പരമാത്മൻ അരുണോ ഭവ ചിത്തകഞ്ചസു വികാസായ. അദ്ഭുതമായ പ്രാർത്ഥന. എന്താന്ന് വെച്ചാൽ ഗുരുവിനോട് പ്രാർത്ഥിക്കണത് എന്താന്ന് വെച്ചാൽ, ഞാൻ അവിടെ വന്നിരിക്കണം, ഒക്കെ കേൾക്കണം, എന്റെ ഉള്ളില് ചിത്തകഞ്ച വികാസായ, ഉള്ളിലത് വികസിക്കണം. ദാറ്റ് ഇൻറ്റ്യൂട്ടീവ് പവർ മസ്റ്റ് വേക്കപ്പ്. ഉള്ളില് അറിയാനുള്ള ശക്തിയും വരണമല്ലോ. ഈ കേൾക്കുന്നത് ഉള്ളില് നിജബോധമതായി വരാൻ. ആ ഉള്ളിലതാ ബോധത്തിൽ ഉദിക്കാനായിട്ട്, പ്രകാശിക്കാനായിട്ട് അനുഗ്രഹം വേണമെന്നാണ്. അതാണ് ഗുരുവിനടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതാണ് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ആ ഗുരുവിന് നമസ്കാരം. ഗുരുമൂർത്തയേ നമഃ. ഗുരുമൂർത്തി എന്ന് പറയാൻ കാരണം ഗുരുവായിട്ട് മൂർത്തി പൂണ്ടു വന്നു, അത്രയേ ഉള്ളൂ. അതും ഒരു റിഫ്ലക്ഷനാണ്. ഇപ്പൊ ജഗത്തിലെല്ലാം നമ്മളുടെ ഉള്ളിലുള്ളതിന്റെ ഒരു റിഫ്ലക്ഷനാണെന്ന് പറയുമ്പോൾ ഈ ഗുരു മാത്രം വേറെയാണോ? ഒന്നുമല്ല. ഈ ജീവൻ ഉള്ളിൽ മുക്തിക്ക് ആഗ്രഹിച്ച് 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 ഉള്ളിൽ പ്രബലമായ ഒരു ശക്തിവിശേഷത്തിനെ ഉണ്ടാക്കി തീർത്തു. ആ പ്രഭാവവിശേഷം എന്ത് ചെയ്തു? പുറത്തേക്ക് ഒന്നിനെ കൊണ്ടുവന്നു. ഉള്ളിൽ ചൂട് പൊന്തിയ ശരീരത്തിൽ കുരു പൊന്തും അല്ലേ? ശരിക്കും ഇതൊക്കെ ഓരോ കുരുവാണ്. അവനവൻ ജനിച്ച സ്ഥലം, സിറ്റുവേഷൻ ഒക്കെ ഉള്ളിലുള്ള ഏതോ ഒരു സങ്കല്പമണ്ഡലത്തിന്റെ പുറമേക്കുള്ള പ്രകടരൂപമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കുറ്റം പറയില്ല. അങ്ങനെ നോക്കുമ്പോഴും ഒക്കെ നമ്മൾ തന്നെയാണ്. ഭാര്യ, ഭർത്താക്കൾ, കുട്ടികളൊക്കെ ആരാ? നമ്മൾ തന്നെ. ഈ ആനന്ദമകരന്തത്തിൽ ഒരു ശ്ലോകം തന്നെ ഉണ്ട്. എങ്ങനെ സൂക്ഷ്മ പദാർത്ഥങ്ങള് പുറമേക്ക് എങ്ങനെയാ ആവിർഭവിക്കണത് എന്നുള്ളതാണ് സർഗരഹസ്യം എന്ന് പറഞ്ഞിട്ട്. അന്തസൂക്ഷ്മസ്വരൂപേണ കാരണാത്മഗൃഹേ സ്ഥിതാഹ. കാരണാത്മഗൃഹം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യത്തിനൊക്കെ കാരണമായിട്ട് സൂക്ഷ്മമായി ഉള്ളിലുണ്ട്. പദാർത്ഥാഹ സ്ഥൂലരൂപേണ നിർഗച്ഛന്തി ബഹിസ്വയം. ഉള്ളില് സൂക്ഷ്മമായിട്ടുള്ള പദാർത്ഥങ്ങള് സ്ഥൂലമായിട്ട് പുറത്ത് അപ്പപ്പ അതാത് സമയത്തിൽ ആ സമയം. ഇതൊക്കെയാണ് ജ്യോത്സ്യം പറയും ശനിദശ തുടങ്ങുകയാണ് എന്ന് പറയും. അപ്പൊ നോക്കി ഒരു പുതിയ ഓഫീസർ വരും, ശനീശ്വരൻ സാക്ഷാൽ. അല്ലെങ്കിൽ അപ്പൊ പോയി കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ഫ്രണ്ട് വരും, പുതിയൊരു കൂട്ടുകെട്ട് വരും. ആരാന്ന് വെച്ചാൽ സാക്ഷാത് ഭഗവാൻ ശനീശ്വരൻ ഒരു രൂപം എടുത്തു. അല്ലാതെ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ, അല്ലാതെ വിഷമിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പുറത്ത് വരും, നമുക്കറിയില്ല. അപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട് തോന്നുകയും ചെയ്യും, ഒക്കെ ഉണ്ടാവും. സ്ഥൂലരൂപേണ നിർഗച്ഛന്തി. സ്ഥൂലമായിട്ടാണ് വരുന്നത്. പക്ഷേ അവര് സ്ഥൂലമായിട്ട് വരുന്നുണ്ടെങ്കിലും അത് ആ സ്ക്രീനിൽ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അവരിയ്ക്കുന്നത് ഈ ചെറിയ പ്രൊജക്ടറുടെ ലെൻസിന് പുറകിലുള്ള ഫിലിമിലാണ്. ഈ ചെറിയ പ്രൊജക്ടറുടെ ലെൻസിന് പുറകിലിരിക്കുന്ന ഒരു ഫിലിമിലാണ് അവരിയ്ക്കുന്നത്.
അതിനു പുറകിലുള്ള ചിജ്യോതി ആ ലെൻസിലൂടെ വന്ന് സ്ക്രീനിൽ വലിയ ആളുകളായിട്ട് മുമ്പിൽ വരുന്നു. നിർഗച്ഛന്തി ബഹിസ്വയം ഏവം വിജൃംഭമാണൈ സ്വൈഹി വാസനാകാര സംസ്ഥിതൈഹി പദാർത്ഥൈഹി പൂരിതാ ദൃഷ്ടി ലോകാകാരേണ വിസ്തൃത. ഇങ്ങനെ വിജൃംഭമാണമായിട്ട് വരുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ലോകമായിട്ട് മുമ്പിൽ കാണപ്പെടുന്നു. തസ്മാത് അതുകൊണ്ട് ആത്മൈവ ലോകോയം. ഇത് പറയണത് എന്തിനാന്ന് വെച്ചാൽ ആത്മാവ് തന്നെയാണ് ഇതൊക്കെ. സ്വപ്നത്തിലെ പലതും കണ്ടു, പക്ഷെ ആരാ ഉള്ളത്? അതൊക്കെ ഞാൻ തന്നെയല്ലേ. സ്വപ്നത്തിൽ ആന കണ്ടാലും ഭൂതം കണ്ടാലും മല കണ്ടാലും എന്നെ അല്ലാതെ വേറെ ഒരു സാമഗ്രിയും ഞാൻ കാണുന്നില്ലേ. ഞാൻ തന്നെയാണ് അതൊക്കെ ആയിട്ടിരിക്കുന്നത്. തസ്മാത് ആത്മൈവ ലോകോയം നാന്യദസ്തീഹ കിഞ്ചന ഇതി നിശ്ചിതബോധേന ദ്വൈതജാലം വിനിർദഹേത്. ഇതൊക്കെ തന്നെ ആത്മാവാണെന്ന് അറിഞ്ഞ് ആ ജ്ഞാനം കൊണ്ട് ഈ ദ്വൈതത്തിനെ മുഴുവൻ ദഹിപ്പിക്കാം. അന്തഃചിത്താദിഭാവേന ജഗദ്രൂപേണ യോ ബഹിഃ വർത്തതേ തം പരാത്മാനം അഹമിത്യേവ ഭാവയേത്. ഉള്ളിലെ ചിത്തം മുതലായ ഭാവങ്ങളായിട്ടും പുറമേക്ക് പ്രപഞ്ചമായിട്ടും തോന്നുന്ന ഈ രണ്ടും അഹമിത്യേവ ഭാവയേത്. ഇപ്പൊ വിചാരമാല എഴുതുമ്പോ ഒരു ദിവസമുള്ള തെളിവ് അപ്പപ്പോ ശ്ലോകമാക്കി വെക്കായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഇത് വളരെ മുഖ്യമായ ഒരു അംശം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പപ്പോ ഇത് ഇന്ന കാര്യങ്ങൾ പറയണം എന്ന് തീരുമാനിക്കുമ്പോ അപ്പ ആ ശ്ലോകമാക്കി അപ്പൊ അവിടെ എഴുതി വെച്ചതാ. അഹംബോധേ ജഗത് സർവം തരംഗം സാഗരേ യഥാ ഉദേധിച്ച ലയം യാതി നിത്യാനന്ദേ മഹാംബുധൗ. അഹംബോധം സദാ സ്മൃത്വാ മനോനശ്യതി യോഗിനഃ നിർവികൽപാ ച ചിന്മാത്ര പ്രജ്ഞാ തത്ര അവശിഷ്യത്തെ. ഈ അഹംബോധത്തിലാണ് എല്ലാം ഉണ്ടാവുന്നത്. ഉള്ളിൽ വാസനകളും പുറത്ത് പ്രപഞ്ചം അറിയപ്പെടുന്നതും ഒക്കെ ഈ ബോധത്തിലാണല്ലോ. ഈ അഹംബോധത്തിനെ വീണ്ടും 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 സ്മരിച്ചാൽ നിർവികൽപാച ചിന്മാത്ര പ്രജ്ഞാ തത്ര അവശിഷ്യത്തെ. നിർവികൽപ്പവും ചിന്മാത്രവുമായ പ്രജ്ഞ മാത്രം അവിടെ അവശേഷിക്കും. ബാക്കിയൊക്കെ മറഞ്ഞു പോകും. പക്ഷേ അതിനെന്ത് വേണം? കഞ്ചിത് കാലം സമാധായ സ്വസ്മിന്നേവ മനോദൃഢം തസ്യ സ്ഥിരാഭവേത് പ്രജ്ഞ സ്ഥിതപ്രജ്ഞസ്തതോച്യത്തെ. ഇങ്ങനെ കുറച്ചു കാലത്തേക്ക് ഈ അഹംബോധത്തിനെ ആത്മാവിനെ തന്നെ ഓർത്തുകൊണ്ടേ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ഈ രഹസ്യമൊക്കെ പിടികിട്ടും. ഉള്ളില് വിത്തിടുക, പുറത്തു മുളയ്ക്കാം. അതാണ് കാണുന്നത്. വിത്ത് വീഴുന്നത് ഉള്ളിലും, കാരണം ഉള്ളിൽ വീണു, കാര്യം പുറത്തു കാണുന്നു. കാരണം ചെറിയ വിത്താണ്, കാര്യമോ വലിയ വടവൃക്ഷം. ചെറിയൊരു ഡിസയർ പുറത്തു വലുതായി. നല്ലതും ചീത്തയൊക്കെ അങ്ങനെയാ. ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായി വലുതായിട്ട് പുറത്തു വന്ന് നിൽക്കും. ഹിറ്റ്ലർ കലാകാരനായിട്ട് തീരണമെന്ന് ആഗ്രഹിച്ചു അത്രേ. ഒരു ചെറിയ ആഗ്രഹം. അച്ഛൻ സമ്മതിക്കാതെ തടസ്സം ചെയ്തു. കൊലാകാരനായിട്ട് മാറി. ഒരാഗ്രഹം, നല്ലതോ ചീത്തയോ ഒരാഗ്രഹം വരുന്നു, ചെറിയ ആഗ്രഹ രൂപത്തിൽ. പുറമേക്ക് എങ്ങനെയൊക്കെ വിജൃംഭണം. അതുകൊണ്ട് ആ ബീജം ഉള്ളിലാണ്. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ് നിർവികൽപ്പം പുനഃ മായാകൽപ്പിത ദേശകാലകലനാ വൈചിത്ര്യ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബീജസ്യ അന്തഃ അങ്കുരഃ ഇവ. ഒരു ബീജത്തിന്റെ വിത്ത്, ഒരു ആലിന്റെ വിത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ വിത്ത്, ആ വിത്തിന്റെ ഉള്ളില് ഇത്രയും വലിയ വട്ടവൃക്ഷം കിടക്കുകയാണ്. ഉപനിഷത്തിൽ തന്നെ പറഞ്ഞ വിത്തെടുക്കൂ, പൊളിക്കൂ എന്നൊക്കെയാണ് ശ്വേതകേതുവിന് അച്ഛൻ ഉദ്ദാലകൻ ആരുണി പറഞ്ഞു കൊടുക്കണം. പൊളിച്ചിട്ട് എന്ത് കാണുന്നു? ഒന്നും കാണാനില്ല അച്ഛ. അതിനകത്താണ് ഈ വലിയ വൃക്ഷം കിടക്കുന്നത് കുട്ടി. ആ ബീജസ്യ അന്തരിവാങ്കുര, ബീജത്തിന്റെ ഉള്ളില് ആ മുള പൊട്ടി വരണ പോലെ
ജഗതിദം, ഈ ജഗത്ത് മുഴുവൻ ഉള്ളിലുണ്ട്. ഉള്ളിലെങ്ങനെ ഇരിക്കണു? ആദ്യം പ്രാക്, ആദ്യം നിർവികൽപ്പം, ഒരു വികല്പവും ഇല്ലാതിരുന്നു. അതിലിതൊക്കെ പൊന്തി വന്നു. അതാണ് ഭാഗവതത്തിൽ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുമ്പോൾ പറഞ്ഞു, ബ്രഹ്മാവേ, ആദ്യം ഞാൻ മാത്രം ഉണ്ടായിരുന്നു, അവസാനം ഞാൻ മാത്രം അവശേഷിച്ചു. നടുവിൽ ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ ഭഗവാനെ, അതും ഞാൻ തന്നെയാണ്. ഇതോട് ഭാഗവതം കഴിഞ്ഞു. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സതസത്പരം പശ്ചാദഹം യതേതച്ഛയോ അവശിഷ്യേത സോസ്മ്യഹം. ബീജസ്യാന്തരിവാങ്കുരോ ജഗതിദം പ്രാങ്. പ്രാങ് എന്ന് വെച്ചാൽ ആദികാലത്തില് പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. എന്തൊരു പ്രയോഗ! ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദം ഉണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ. ആ ഗുരുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ എന്തിനാ? പണ്ടേ കണക്കെ വരണം. പണ്ടേ കണക്കെ എന്താ? പ്രാങ് നിർവികൽപ്പം. ആദിയിൽ എന്തുണ്ടായിരുന്നു? ഇവിടെ വികല്പമൊന്നും ഉണ്ടായിരുന്നില്ല. അഹ ആത്മാവാ ഇതമഗ്ര ഏവ ആസീത് ഏകമേവാദ്വിതീയം. ഇവിടെ എന്തുണ്ടായിരുന്നു? രണ്ടില്ലാതെ ആത്മാവ് മാത്രം ഉണ്ടായിരുന്നു. ആ ആദിയിലുണ്ടായിരുന്ന പോലെ നിർവികൽപ്പം പിന്നെന്തായി? മായാകൽപ്പിത ദേശകാല ഒരു അത്ഭുത ശക്തി വിശേഷം ഉളതുനിൽ അളവിലാ അതിശയ ശക്തി. ഭഗവാൻ അരുണാചല അഷ്ടകത്തിൽ പറഞ്ഞു, ഹേ അരുണാചലേശ്വര, നിന്നിലൊരു അതിശയ ശക്തി ഉണ്ട്. ഉളത് ഉണ്ട്. എന്താ? അളതില എന്ന് വെച്ചാൽ നിന്നിൽ നിന്ന് അന്യമല്ല, പക്ഷെ നീയാണെന്ന് പറയാനും വയ്യ, അതൊന്നും പൊന്തി വരുന്നു. ഉളതുനിൽ അളതില അതിശയ ശക്തി. ആ അതിശയ ശക്തി എന്ത് ചെയ്യുന്നു? ദേശകാല കലന വൈചിത്ര്യ ചിത്രീകൃതം, ഒരു വിചിത്രമായ സൃഷ്ടി, സർഗം. അതിലെന്തൊക്കെയുണ്ട് ആ സർഗത്തില്? ദേശം, കാലം, കാലാദി മൃദു നൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്. നാരായണ ഗുരുദേവന്റെ ജനനീ നവരത്ന മഞ്ജരിയാണ്. അതിലൊരു അദ്ഭുതമായ വാക്ക് നോക്കൂ. കാലാദി മൃദു നൂലാലെ മെയ്യുമൊരു ലീലാപടം ഭവതി മെയ്. അമ്മേ ജഗദീശ്വരി, അമ്മയുടെ ശരീരമാകുന്ന, ശരീരത്തിലുള്ള വസ്ത്രം അഥവാ ശരീരം തന്നെ ഒരു വസ്ത്രം. എങ്ങനെയാന്ന് വെച്ചാൽ കാലാദി മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്. കാലം, ദേശം, കാലം മുതലായ നൂലുകൾ കൊണ്ട് കോർത്തിണക്കിയിട്ടുള്ള ഒരു വസ്ത്രമാണെന്നാണ്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖഗം ജ്ഞാനായതും ധരനദീ നാരിയും അഹോ നാടകം നിഖിലവും. ഒക്കെ അമ്മേ ജഗദീശ്വരി നീ തന്നെയാണെന്ന്. ശക്തി എന്നെടുത്താൽ മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖഗം ജ്ഞാനായതും ധര നദീ നാരിയും ഒക്കെ എല്ലാം അമ്മ തന്നെ. പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ആരാഞ്ഞു നോക്കിയില്ല. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാറായിടുന്നു, അതിനു നേരായിടുന്നു ഉലകം. ഉലകമെന്ന് വിചാരിച്ചത് നേരായിട്ട് നിന്നു, വസ്തുവായിട്ട് സത്യമായിട്ട് നിന്നു. ഇതൊക്കെ എവിടുന്ന് പുറപ്പെട്ടു? ഏതോ ഒരു മഹാശക്തിയില് ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു തൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും. ഒന്നായ മാമതി, ആ മായയിൽ നിന്നും മഹാമതിയിൽ നിന്നും മഹത്തത്വത്തിൽ നിന്നും 1000 ത്രിപുടി എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ത്രിപുടികൾ ജീവന്മാരുണ്ടായി. ഓരോന്നിനും ഞാൻ, നീ, അവൻ, ഞാൻ, ജഗത്തൊക്കെ വന്നു. ഓരോ ആൾക്കും വേറെ വേറെ വന്നു. ഒക്കെ വന്ന് എന്തായി? മറന്നുപോയി. എവിടുന്ന് വന്നു എന്ന് മറന്നുപോയി. എങ്ങനെ മറന്നു? അന്നാദിയിൽ പ്രിയമുയർന്ന്. അന്നെന്ന് വെച്ചാൽ ശാപ്പാട് മാത്രമല്ല, ദൃശ്യപ്രപഞ്ചത്തിനെ അനുഭവിക്കാനുള്ള പ്രിയം കൂടിക്കൂടിപ്പോയി
ദൃക്കിനെ അങ്ങോട്ട് മറന്നു കളഞ്ഞു. മറന്നപ്പോ ആടലാം കടലിൽ വീണു അലയും. ഈ ദുഃഖക്കടലിൽ, സംസാരത്തിൽ വീണു മലയും. അവസാനം ആരെ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ഒരാള് മാത്രം, ഓരോരോ ത്രിപുടിയായിട്ടാണ് പുറത്തേക്ക് പോണത്. നിങ്ങൾ ഓരോരുത്തർ ഓരോ ത്രിപുടി. ഒരാൾ എന്ത് ചെയ്തു? ഉള്ളിൽ അന്വേഷിച്ചു നോക്കി, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ എന്ന ആശയം ഗതി വെറും ആശയത്തിൽ ഞാനുണ്ടായി. അവിടെ എന്തായി? ചിന്നാഭിയിൽ ത്രിപുടി അന്നാണ് അറുംപടി കലർന്നാറിടുന്നു ജനനീ. അച്ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ്. അവിടെ ത്രിപുടി പോയി എന്നാണ്. ഞാൻ നീ അവൻ എന്നുള്ള ഭേദ അജ്ഞാനം അങ്ങോട്ട് പോയി. അവിടെ ഹൃദയത്തില് ആത്മാനുഭൂതി പ്രകാശിച്ചു. ഒരാൾ പോയി പുറത്ത്. ഇങ്ങനെ ഓരോ വ്യക്തിയും അറിഞ്ഞു കഴിയുമ്പോ ദേവി പറയും, തന്നെ നീ കളിക്കാൻ കൂട്ടില്ല, പൊയ്ക്കോ എന്ന് പറയും. എന്താന്ന് വെച്ചാൽ നീ അറിഞ്ഞു, നീ യു ഗോ ഔട്ട്, ഗെറ്റ് ഔട്ട്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇതിന്റെ ഉള്ളിൽ നിൽക്കാന്നാണ്. അറിഞ്ഞ ഒരാള് പോയി കണ്ടു, നീ രഹസ്യം കണ്ടുപിടിച്ചു. ഈ മാജിക് കാണിക്കുന്ന ആളുടെ പുറകെ പോയി നോക്കിയ ആളെ പിന്നെ ഉള്ളിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അറിയാം ഇയാൾ എന്താ കാണിക്കണമെന്ന്. അതുകൊണ്ട് നീ പോ. അയാള് പുറത്തേക്ക് പോയി. അങ്ങനെ ഓരോ വ്യക്തികളായിട്ട് പുറത്തു പോവാൻ ആ പുറത്തേക്ക് ആക്കണ ശക്തി ഉണ്ടല്ലോ, അതാണ് ദക്ഷിണാമൂർത്തി തത്വം. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ. ഇതം ശ്രീ ദക്ഷിണാമൂർത്തയേ. നാളെ ഇതേപോലെ വൈകുന്നേരം 5:30 മണിക്ക് പാരായണം. 5:15 മുതൽ 5:30 വരെ ഇവിടെ പാട്ടൊക്കെ പാടും. അത് കഴിഞ്ഞാൽ 5:30 തുടങ്ങും. 5:30 പാരായണം, 6:30 ദക്ഷിണാമൂർത്തി സ്തോത്രം പ്രഭാഷണം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല.